എല്ലാവർക്കും സ്വാഗതം. പ്ലസ് 1 കെമിസ്ട്രിയിലെ ഫോക്കസ് പോയിന്റ് ബേസ്ഡ് റിവിഷൻ ക്ലാസ്സുകളാണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രി എന്ന ഹെഡിങ്ങിൽ 2 ചാപ്റ്റേഴ്സിലെ, അതായത് 12ാമത്തെ ചാപ്റ്ററായ ജനറൽ പ്രിൻസിപ്പിളിനെ പറ്റിയും 13ാമത്തെ ചാപ്റ്ററായ ഹൈഡ്രോ കാർബണുകളെ പറ്റിയുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ആണ് ഒരു ക്ലാസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറയാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ ഒന്നുകൂടെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുകയല്ല, പകരം ആ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങൾക്ക് സാധ്യതകളുണ്ട്, കൂടുതൽ ചോദ്യത്തിന്റെ പ്രോബബിലിറ്റി എങ്ങനെയാണ് എന്നൊക്കെയുള്ള കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രമേ ഈ ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അതിലാദ്യം ഈ നോമൻക്ലേച്ചർ, ഇപ്പൊ നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ നോമൻക്ലേച്ചർ എന്നുള്ളത് അത്യാവശ്യമായ ഘടകമാണെങ്കിലും പരീക്ഷയ്ക്ക് അതിനകത്ത് ഒരു 1-2 ചോദ്യങ്ങൾ, അതായത് പേരിടാൻ വേണ്ടി 2 കോമ്പൗണ്ടുകൾ, തിരിച്ച് പേര് തന്നിട്ട് തിരിച്ച് കോമ്പൗണ്ട് ഫോമിൽ എഴുതാൻ 2 കോമ്പൗണ്ടുകൾ, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനേക്കാളും പ്രധാനമായിട്ട് പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് നോമൻക്ലേച്ചർ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം തന്നെയാണ്. ഓർഗാനിക് കെമിസ്ട്രി എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നു അത്രത്തോളം കാലം ഈ നോമൻക്ലേച്ചർ ആവശ്യമുണ്ട്, ശരിയാണ്. പക്ഷെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ നോമൻക്ലേച്ചർ പഠിച്ച് ഒരുപാട് സമയം എടുക്കുന്നതിനേക്കാളും ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ. ഒന്നാമത്തെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. ശരിക്കും ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ഇമ്പോർട്ടൻസിന്റെ രീതിയിൽ പറഞ്ഞാൽ നോമൻക്ലേച്ചർ തന്നെയാണ് ആദ്യം പഠിക്കേണ്ടത്, ശരി, സമ്മതിച്ചു. പക്ഷേ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എളുപ്പ മാർക്ക് സ്കോർ ചെയ്യാനുള്ള രീതിയിൽ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ സംസാരിക്കേണ്ടത് ഈ ഡിറ്റക്ഷൻ ഓഫ് നൈട്രജനെ പറ്റിയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. എന്താണ് ലസൈൻസ് ടെസ്റ്റ് എന്നൊരു ചോദ്യം. ലസൈൻസ് ടെസ്റ്റ് എന്നൊരു ചോദ്യം ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ അത് പറയണം, നൈട്രജന്റെ ടെസ്റ്റ് ആണെന്ന് പറയണം, അല്ലെ? നൈട്രജന്റെ ടെസ്റ്റ് ആണ് തന്നിരിക്കുന്ന പിന്നെ ഒരു ഫ്യൂഷൻ എക്സ്ട്രാക്ട്, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുന്ന കഥയൊക്കെ അതിനകത്ത് പറയണം. ഇനി സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് സോഡിയം ഉപയോഗിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു അയോണിക് നേച്ചർ കൊണ്ടുവരാൻ എന്നൊരു ഉത്തരം അതിനകത്തുണ്ട്. അപ്പോൾ ലസൈൻസ് എക്സ്ട്രാക്ട് അല്ലെങ്കിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സോഡിയം എന്ന ആൽക്കലി മെറ്റൽ ഉപയോഗിക്കാൻ കാരണം എന്ത് എന്നൊരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരമായിട്ട് നിങ്ങൾ പറയണം ഓർഗാനിക് കോമ്പൗണ്ട്സ് 100% കോവലന്റ് കോമ്പൗണ്ടുകളാണ്. അപ്പൊ അതിനകത്തൊരു അയോണിക് നേച്ചർ ഇൻഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ നമ്മൾ സോഡിയം ഉപയോഗിക്കുന്ന രീതിയിൽ പറയണം. അതിനുശേഷം അതിന്റെ കൂടെ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റും ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അതിനകത്തൊരു ബ്ലൂ കളർ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന ബ്ലൂ കളർ കോമ്പൗണ്ടിന്റെ ഫോർമുല പരീക്ഷയ്ക്ക് ചോദിക്കാം. ആ ഫോർമുല FeCN6 ടൈംസ് തീർന്നില്ല, ദി ഹോൾ ത്രൈസ് ആണ് ആ ബ്ലൂ കളർ കോമ്പൗണ്ട് എന്ന് മനസ്സിലാക്കുക. അതും പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ ഒരു ചോദ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ആ കോമ്പൗണ്ട് അറിയപ്പെടുന്ന മറ്റൊരു പേര് പ്രഷ്യൻ ബ്ലൂ എന്നാണെന്ന് ഓർമ്മയുണ്ടാവും. പ്രഷ്യൻ ബ്ലൂ. അപ്പോ നൈട്രജന്റെ ടെസ്റ്റ് എന്താണെന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ശരിയാണ്. അപ്പൊ അത് കൂടാതെ ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ സോഡിയം എന്തിനെ ഇതിനകത്ത് ഉപയോഗിക്കുന്നു, അതിന്റെ ഉത്തരം എന്ന് വെച്ചാൽ അയോണിക് നേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ അവിടെ കിട്ടുന്ന ബ്ലൂ കളർ കോംപ്ലക്സിന്റെ ഫോർമുല എങ്ങനെ, ആ ഫോർമുല കൃത്യമായി പഠിച്ചു വയ്ക്കുക. FeCN6 ടൈംസ് തീർന്നില്ല, ദി ഹോൾ ത്രൈസ് എന്ന് പറയാം. ഇനി അതിന്റെ കെമിക്കൽ നെയിം ചോദിച്ചാൽ അതിനകത്ത് ഫെറിക് ഫെറോസൈനൈഡ് എന്നൊരു പേര് അതിനകത്ത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം, അല്ലെങ്കിൽ മറ്റൊരു പേര് പ്രഷ്യൻ ബ്ലൂ എന്ന് ഓർമ്മിക്കണം. ഓക്കെ, അപ്പൊ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ലസൈൻസ് എക്സ്ട്രാക്ടിനെ പറ്റി അല്ലെങ്കിൽ ലസൈൻസ് ടെസ്റ്റിനെ പറ്റി, നൈട്രജന്റെ ടെസ്റ്റിനെ പറ്റി ആദ്യം പഠിക്കാം. പിന്നെ അതിനുശേഷം നിങ്ങൾ പിന്നെ ഐസോമറിസത്തിനെ പറ്റി പഠിക്കാം. ഐസോമറിസം ഇപ്പൊ 4 മാർക്കിന്റെ ചോദ്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഐസോമറുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ ചോദിക്കാം. ഇനി അല്ലാതെ കുറെ കോമ്പൗണ്ടുകൾ തന്നിട്ട് അത് ഏത് കാറ്റഗറിയിലുള്ള ഐസോമറിസം ആണ് എന്ന രീതിയിൽ ചോദിക്കാം. അത് പേര് പറഞ്ഞിട്ട് കോമ്പൗണ്ട് ഫോർമുല എഴുതി ചെയ്യേണ്ടി വരും. ഉദാഹരണം പ്രൊപ്പൻ 1 ഓളും പ്രൊപ്പൻ 2 ഓളും ഏത് ടൈപ്പ് ഐസോമറിസം ആണ് എക്സിബിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം.
അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊപ്പൻ ഒന്നോളിന്റെ ഫോമിൽ ആദ്യം എഴുതുക. പ്രൊപ്പൻ 3 കാർബൺ പ്രൊപ്പൻ ആണ്, സിംഗിൾ ബോണ്ട് കൊടുത്തു. ഓൾ OH ആണ്, ഒന്നാമത്തെ കാർബണിലാണ്, സോ OH എന്ന് കൊടുത്തു. ബാക്കി CH3 CH2 CH2. ഇനി അടുത്ത പ്രൊപ്പൻ 2 ഓളിന്റെ ഫോമിൽ എഴുതുക. പ്രൊപ്പൻ 3 കാർബൺ എഴുതി. N ആണ്, സിംഗിൾ ബോണ്ടേ ഉള്ളൂ. ഓൾ ഉണ്ട്, OH ഗ്രൂപ്പ് ഉണ്ട്, അത് രണ്ടാമത്തെ കാർബണിലാണ്, സോ OH. ബാക്കി CH3 H3. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാം അവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഫംഗ്ഷണൽ ഐസോമറിസം എന്ന് പേര് പറയാൻ കഴിയില്ല. ഇനി ചെയിനിൽ എവിടെയും 3 കാർബൺ ഉണ്ട്, ഇവിടെയും 3 കാർബൺ ഉണ്ട്, അപ്പൊ ചെയിൻ ഐസോമറിസം അല്ല. ഇനി ഈതറും ആൽക്കഹോളും അല്ല. ഈതറും ആൽക്കഹോൾ ആണെങ്കിൽ നിങ്ങൾക്ക് മെറ്റാമറിസം എന്ന് പറയാം. പകരം ഈ OH ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷനിലാണ് വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും പൊസിഷൻ ഐസോമറിസം ആണ് എക്സിബിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായി പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഐസോമറിസം ചോദിക്കാം, എന്താണെന്ന് ചോദിക്കാം. അപ്പൊ അതിനകത്ത് 4 ഹെഡിങ്സ് എഴുതി, ചെയിൻ എന്നും പൊസിഷൻ എന്നും ഫംഗ്ഷൻ എന്നും മെറ്റാമറിസം എന്നും 4 ഹെഡിങ് എഴുതി നിങ്ങൾ ഉത്തരം എഴുതാം. അതിന് എക്സാമ്പിൾസ് എഴുതാം. ഇനി അത് കൂടാതെ അപ്പൊ അതിനകത്ത് ഓരോ സെറ്റ് എക്സാമ്പിൾ എങ്കിലും പഠിച്ചിരിക്കണം. അത് കൂടാതെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തരാം. അതായത് എക്സാമ്പിൾ തന്നിട്ട് ഏത് തരം ഐസോമറിസം ആണ് കാണിക്കുന്നത് എന്ന രീതിയിൽ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ ചോദ്യങ്ങൾ തരാം. ഓക്കെ, അപ്പൊ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് അത് രണ്ടും ഓർത്തു വെക്കുക. ഇനി അടുത്ത് നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങോട്ട് വന്നിട്ട് ഹൈഡ്രോ കാർബണിനകത്ത് ആൽക്കീൻസിന്റെ പ്രോപ്പർട്ടീസ് എന്നറിയപ്പെടുന്ന മാർക്കോണിക്കോഫ് റൂളും ആന്റി മാർക്കോണിക്കോഫ് റൂളും മിക്കവാറും പണ്ട് കാലത്ത് തന്നെ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരിക്കുന്ന ഒരു സാധനമാണ് മാർക്കോണിക്കോഫ് റൂളും ആന്റി മാർക്കോണിക്കോഫ് റൂളും. അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. മാർക്കോണിക്കോഫ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതി നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് അറിയാം. പിന്നെ അതിന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് HCl ആയാലും HBr ആയാലും HI ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നെഗറ്റീവ് പാർട്ട് ചെന്നിരിക്കേണ്ടത് ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിലാണെന്ന് ഓർമ്മിക്കുക. ഇനി അതേസമയം ആന്റി മാർക്കോണിക്കോഫ് റൂൾ കാണിക്കണമെങ്കിൽ അവിടെ HBr തന്നെ അഡിഷൻ നടത്തണം. അത് കൂടാതെ പെറോക്സൈഡും വേണം. അപ്പോൾ ഒരു അൺസിമെട്രിക് ആൽക്കിന്റെ കൂടെ HCl ആണെങ്കിൽ മാർക്കോണിക്കോഫ് അഡിഷൻ ആണ്. അൺസിമെട്രിക് ആൽക്കിന്റെ കൂടെ HCl ഉം പെറോക്സൈഡ് വന്നാലും മാർക്കോണിക്കോഫ് അഡിഷൻ ആണ്. അൺസിമെട്രിക് ആൽക്കിന്റെ കൂടെ HBr വന്നാലും മാർക്കോണിക്കോഫ് അഡിഷൻ ആണ്. അൺസിമെട്രിക് ആൽക്കിന്റെ കൂടെ HBr ഉം പെറോക്സൈഡും വന്നാൽ മാത്രം. അപ്പൊ അൺസിമെട്രിക് ആൽക്കിന്റെ കൂടെ HBr വന്നു എന്ന് വെച്ചുകൊണ്ട് അത് ആന്റി മാർക്കോണിക്കോഫ് റൂൾ അല്ല. അൺസിമെട്രിക് ആൽക്കിന്റെ കൂടെ HBr വന്നാൽ മാർക്കോണിക്കോഫ് റൂൾ തന്നെ. അതേസമയം അൺസിമെട്രിക് ആൽക്കിന്റെ കൂടെ HBrന്റെ കൂടെ ഒരു പെറോക്സൈഡ് കൂടെ ഉണ്ടെങ്കിൽ അത് ആന്റി മാർക്കോണിക്കോഫ് റൂൾ ആണ്, അല്ലെങ്കിൽ ഖറാഷ് ഇഫക്റ്റ് ആണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഡയറക്റ്റ് ചോദ്യങ്ങൾ വരാം. അത് കൂടാതെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. കംപ്ലീറ്റ് ദ റിയാക്ഷൻ CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl. കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ഏത് റൂളാണ് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഒരു അൺസിമെട്രിക് ആൽക്കീൻ ഉണ്ട്, കൂടെ ഹൈഡ്രജൻ ഹാലൈഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി മാർക്കോണിക്കോഫ് റൂൾ ആണ്. സോ നെഗറ്റീവ് പാർട്ട് Cl ചെന്നിരിക്കേണ്ടത് ഹൈഡ്രജൻ കുറഞ്ഞ ഇതിലും പോസിറ്റീവ് ഇവിടെയാണ്. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CH Cl CH സിംഗിൾ ബോണ്ട് CH2 ഉണ്ടായിരുന്നു, ഒരു H കൂടെ ആകുമ്പോൾ CH3. ഇനി അതിന്റെ പേര് എഴുതാൻ ചോദിക്കാം, 2-chloro propane. ഇനി അത് ഏത് റൂൾ അസോസിയേറ്റ് ചെയ്യുന്നു അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പൊ കംപ്ലീറ്റ് ദ റിയാക്ഷൻ, നെയിം ദ പ്രോഡക്റ്റ് ആൻഡ് ദ റൂൾ ആൻഡ് എക്സ്പ്ലെയിൻ ദ റൂൾ അസോസിയേറ്റഡ് വിത്ത് എന്നൊക്കെ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ഒരു സിംഗിൾ ഇക്വേഷൻ തന്നെ അതിനകത്ത് 3 പാർട്ടുകളായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുമെന്ന് ഓർമ്മിക്കാം. ഫോർ എക്സാമ്പിൾ കൂടെ ഇതുപോലെ CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr. അപ്പൊ HBr കാണുന്ന സമയത്ത് നിങ്ങൾ നോക്കണം ഇവിടെ പെറോക്സൈഡ് എന്നോ ലൈറ്റ് എന്നോ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അത് മാർക്കോണിക്കോഫ് റൂൾ തന്നെ, സംശയമില്ല. സോ മാർക്കോണിക്കോഫ് റൂൾ തന്നെ എന്താ ഇങ്ങനെ Br CH3. അതേസമയം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് ഒരു പെറോക്സൈഡ് എഴുതിയിരിക്കുകയോ അല്ലെങ്കിൽ ആരോയിൽ എന്തെങ്കിലും എഴുതിയിരിക്കുകയോ ചെയ്താൽ അത് ആന്റി മാർക്കോണിക്കോഫ് റൂൾ ആണ് തിരിച്ചറിയുക. ഇവിടെ എങ്ങനെ CH3 CH2 സിംഗിൾ ബോണ്ട് CH2 Br. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഞാനിപ്പോ സംസാരിച്ചത്. ഡയറക്റ്റ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ മാർക്കോണിക്കോഫ് റൂൾ എന്നൊരു സ്റ്റേറ്റ്മെന്റ്, അടുത്ത എക്സ്പ്ലെയിൻ ഖറാഷ് എഫക്ട് അല്ലെങ്കിൽ ആന്റി മാർക്കോണിക്കോഫ് റൂൾ അല്ലെങ്കിൽ പെറോക്സൈഡ് ഇഫക്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എപ്പോഴും സ്റ്റേറ്റ്മെന്റ് എഴുതിയാലും ഒരു എക്സാമ്പിൾ കൂടെ എഴുതാൻ പഠിച്ചിരിക്കണം. ഇനി അല്ലാതെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ ഈ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ദ റിയാക്ഷൻ. ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ട് കംപ്ലീറ്റ് ദ റിയാക്ഷൻ. അപ്പോൾ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു ഭാഗം, ആൻഡ് നെയിം ദ പ്രോഡക്റ്റ്. അപ്പൊ അത് മറ്റൊരു ഭാഗം, ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഭാഗം.
ഇനി നെയിം ദ റൂൾ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പോൾ ആ റൂളിന്റെ പേര് എഴുതുന്നതിന് ഒരു ഭാഗം. ഇനി എക്സ്പ്ലെയിൻ ദ റൂൾ. ഓക്കെ, അപ്പോൾ റൂളിന്റെ സ്റ്റേറ്റ്മെന്റോടെ പറയുക. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും തന്നതിന് ശേഷം അതിനെ 4 മാർക്കിന്റെ ചോദ്യമാക്കി മാറ്റിയെടുക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഡക്റ്റ് ഏതെന്ന് കണ്ടുപിടിക്കുക, പ്രോഡക്റ്റിന്റെ ഫോർമുല എഴുതുക, പ്രോഡക്റ്റിന്റെ പേര് എഴുതുക, റൂളിന്റെ പേര് എഴുതുക, റൂളിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുക. അത്രയും പറയുന്ന സമയത്ത് അത് 4 മാർക്കിന്റെ ചോദ്യമാക്കി മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാം. അപ്പൊ ഇനി അടുത്ത എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അടുത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കൺഫോർമേഷൻ എഴുതിയിട്ടുണ്ട്. കൺഫോർമേഷനെ പറ്റി പഠിക്കുക. കൺഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഓർമ്മയുണ്ട്, കൺഫോർമേഷൻ ഈത്തയുടെ കൺഫോർമേഷൻ സ്റ്റാഗേർഡും എക്ലിപ്സിന്റെ കാര്യങ്ങളൊക്കെ പറയുകയും അതിന്റെ ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുലയും സാഹോസ് പ്രൊജക്ഷൻ ഫോർമുലയും എഴുതുകയും അതിനകത്ത് സ്റ്റെബിലിറ്റി, ആർക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ, സ്റ്റാഗേർഡിനാണോ എക്ലിപ്സിനാണോ സ്റ്റെബിലിറ്റി കൂടുതൽ എന്നൊക്കെ പറയുന്നതാണ് ആ കൺഫോമേഴ്സിന്റെ കാര്യം പറയുന്നത്. അപ്പൊ കൺഫോമേഴ്സ് എന്താണെന്ന രീതിയിൽ ഈതയുടെ കൺഫോമേഴ്സിനെ പറ്റി 3 മാർക്കിന് ഡയറക്റ്റ് ചോദ്യം ചോദിക്കാം. ഇനി 2 മാർക്കിന്റെ ചോദ്യം അതിനകത്ത് കൊണ്ടുവരാം. ഡ്രോ ദി ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല ഓഫ് നമ്മുടെ സ്റ്റാഗേർഡ് ഫോം ഓർ എക്ലിപ്സ്ഡ് ഫോം എന്ന രീതിയിൽ ചോദ്യങ്ങൾ കൊണ്ടുവരാം. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പൊ 3 മാർക്കിന് ഡയറക്റ്റ് കൺഫോമേഴ്സ് ഈതയുടെ കൺഫോമേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന രീതിയിൽ വരാം. അപ്പൊ എങ്ങനെ പറഞ്ഞാലും ശരി അതിനകത്ത് പടങ്ങൾ വരയ്ക്കാൻ മറന്നു പോകരുത്. ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുലയും സാഹോസ് പ്രൊജക്ഷൻ ഫോർമുലയും എല്ലാവർക്കും വരയ്ക്കാൻ ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ഒരു പെർസ്പെക്റ്റീവിലുള്ള എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇനി അടുത്ത നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീൻ. പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീനിലെ ബെൻസീന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് ബെൻസീന്റെ നൈട്രേഷൻ എന്ന ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. നൈട്രേഷൻ ബെൻസീൻ എഴുതുക. നൈട്രേഷൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേറ്റഡ് HNO3 ഉം കോൺസെൻട്രേറ്റഡ് H2SO4 ആണ്. എങ്കിൽ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതിട്ട് NO2 എന്ന് എഴുതുക, പേര് നൈട്രോ ബെൻസീൻ. അപ്പോൾ ബെൻസീന്റെ നൈട്രേഷൻ ഇക്വേഷൻ എഴുതാൻ ആവശ്യപ്പെട്ടാൽ ബെൻസീൻ റിയാക്ട്സ് വിത്ത്, അപ്പോൾ എപ്പോഴും ഒരു ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതി ശീലിക്കുക. ബെൻസീൻ ഓൺ നൈട്രേഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4 ടു ഫോം നൈട്രോ ബെൻസീൻ എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ ആയി. ഇനി അതുപോലെ തന്നെ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ബെൻസീന്റെ കൂടെ ഒരു ആൽക്കൈൽ ഹാലൈഡ് CH3Cl, ഒരു ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ CH3 ഗ്രൂപ്പ് ഇങ്ങോട്ട് വന്നിരിക്കണം, CH3, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മീഥൈൽ ബെൻസീൻ അല്ലെങ്കിൽ ടൊളൂയിൻ ആണ്. അതേസമയം ഇവിടെ CH3Cl പകരം C2H5Cl ആണെങ്കിൽ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് C2H5 ആണ്. അതിനെ വിളിക്കേണ്ട പേര് ഈഥൈൽ ബെൻസീൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റിയാക്ഷൻ. അപ്പൊ ബെൻസീന്റെ പ്രോപ്പർട്ടീസ് എന്ന് ഡയറക്റ്റ് ചോദിച്ചാൽ നിങ്ങൾ നൈട്രേഷനെ പറ്റിയും ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യുക. അല്ലാതെ തന്നെ ബെൻസീന്റെ നൈട്രേഷൻ ഇക്വേഷൻ എഴുതുക എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം. ബെൻസീന്റെ അല്ലെങ്കിൽ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പൊ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാലും സ്റ്റേറ്റ്മെന്റുകൾ എഴുതി വേണം പരീക്ഷയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓർമ്മിക്കുക. ഇക്വേഷൻ മാത്രമായിട്ട് എഴുതരുത്, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെങ്കിലും മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഓർമ്മിക്കുക. അപ്പൊ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ ഒരു കാര്യം, പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈലില് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. അപ്പൊ അതൊരു ചോദ്യമാണ്. അതായത് ഇപ്പൊ CH3Cl കൂടെ Na ആഡ് ചെയ്താൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ഇത്രയേ കാണുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സോഡിയം കണ്ടാൽ നിങ്ങൾ ഓർമ്മിക്കുക, അവിടെ 2 സോഡിയം കൊടുക്കണം, 2 ആൽക്കൈൽ ഹാലൈഡും കൊടുക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 സോഡിയം ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല, CH3Cl പ്ലസ് Na എന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നിങ്ങൾ അതിനകത്ത് 2 സോഡിയവും 2 ആൽക്കൈൽ ഹാലൈഡും കൊടുത്തിട്ട് ഈ 2 ആൽക്കൈൽ ഹാലൈഡ് ഇങ്ങോട്ട് മാറ്റി എഴുതുക. CH3Cl1, CH3Cl2. ആ 2 സോഡിയവും ഇങ്ങോട്ട് മാറ്റി എഴുതുക. NaClഉം പോയി. ബാക്കി കിട്ടുന്ന കോമ്പൗണ്ട് ഇതാണ്. അതിനെ നമുക്ക് അവിടെ എടുത്തെഴുതുക. CH3 സിംഗിൾ ബോണ്ട് CH3. അത് ഈത്തേൻ ആണ് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം, ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട്സ് വിത്ത് മെറ്റാലിക് സോഡിയം. ഇനി ഓർമ്മിക്കാൻ പറ്റുമെങ്കിൽ അതിന് ട്രൈ ഈതറിന്റെ കാര്യം കൂടെ. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട്സ് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ട്രൈ ഈതർ ടു ഫോം ആൽക്കേൻ എന്ന രീതിയിൽ നമുക്ക് ജനറൽ ആയിട്ട് പറയാം. ഈ റിയാക്ഷൻ വളരെ പ്രശസ്തമാണ്. ഈ പ്രശസ്തമായ ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേര് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. വുഡ്സ് റിയാക്ഷൻ.
ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് വുഡ്സ് റിയാക്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം ആൽക്കൈൽ ഹാലൈഡ്, ജനറൽ ആയിട്ട് പറയാണ്, ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട്സ് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ട്രൈ ഈതർ ടു ഫോം ആൽക്കെയിൻ, ജനറൽ ആയിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, അല്ലാതെ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സോഡിയം എന്ന് കണ്ടിരുന്നാൽ അത് വുഡ്സ് റിയാക്ഷൻ ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില റിയാക്ഷൻസ് ഉണ്ട്. ആൽക്കൈന്റെ പ്രിപ്പറേഷൻ ഫ്രം കാൽസ്യം കാർബൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കാം. CaC2 plus H2O gives എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങളവിടെ CaC2 H2O HOH 1 2 മോളിക്യൂൾ കൊടുക്കുക, HOH കിട്ടുന്ന പ്രോഡക്റ്റ് ഇത്രയേ ഉള്ളൂ, C2H2. അസറ്റിലിൻ ഗ്യാസിന്റെ പ്രിപ്പറേഷന് ആ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പരീക്ഷ ചോദിക്കാം, കാൽസ്യം കാർബൈഡിൽ നിന്ന് എങ്ങനെ അസറ്റിലിൻ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് അത് ഹൈഡ്രോളിസിസ് ചെയ്താൽ മതി എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഉള്ളത് ഒരു ബീറ്റാ എലിമിനേഷൻ, ആൽക്കീന്റെ പ്രിപ്പറേഷനിൽ വരുന്നത്. ബീറ്റാ എലിമിനേഷൻ ഉപയോഗിക്കുന്നത് ആൽക്കഹോളിക് KOH ആണ്. അപ്പൊ അതിനുവേണ്ടി ഒരു ആൽക്കൈൽ ഹാലൈഡ് CH3CH2Cl, അതിന്റെ കൂടെ ആൽക്കഹോളിക് KOH ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് H ഇവിടുന്ന് Cl പുറത്തു പോകും, ബാക്കി കിട്ടുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. അപ്പൊ അങ്ങനെ ആൽക്കീൻ കിട്ടുന്നുണ്ട്. ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേര് ബീറ്റാ എലിമിനേഷൻ ആണ്. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട്സ് വിത്ത് ആൽക്കഹോളിക് KOH ടു ഫോം ആൽക്കീൻ എന്ന് പറഞ്ഞാൽ അത് ബീറ്റാ എലിമിനേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ആ ബീറ്റാ എലിമിനേഷന്റെ എക്സ്റ്റൻഷൻ നമുക്ക് ഇവിടെ കാണാം. CH2 സിംഗിൾ ബോണ്ട് Cl CH2Cl. അപ്പൊ അതിന്റെ കൂടെ ആൽക്കഹോളിക് KOH ആഡ് ചെയ്താൽ ഈ Cl ഈ Hഉം കൂടെ HCl പുറത്തു പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഈ Cl ഈ Hഉം കൂടെ പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ 2 Hഉം 2 Clഉം പുറത്തു പോയിട്ട് ബാക്കി കിട്ടുന്നത് C2H2 ആണെന്ന് നമുക്ക് ഓർമ്മ വരണം. അപ്പൊ അങ്ങനെ നമുക്ക് ആ ബീറ്റാ എലിമിനേഷൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ആൽക്കൈനിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇനി അവശേഷിക്കുന്നത് ഡിറ്റക്ഷൻ ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ കാർബണും ഹൈഡ്രജനും കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു, വാട്ടർ ഫോം ചെയ്യുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് ലൈം വാട്ടറിനെ മിൽക്കി ആക്കി മാറ്റുന്നു. വാട്ടർ ആണെങ്കിൽ ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിനെ ബ്ലൂ കളേർഡ് CuSO4 5H2 ആയിട്ട് മാറ്റുന്നു എന്ന് പറയണം. ഇനി എസ്റ്റിമേറ്റ് ചെയ്യുന്നതും ആ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത, അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇവിടെ ഐസോമറിസം, ഡിറ്റക്ഷൻ ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ, ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ അല്ലെങ്കിൽ ലസൈൻസ് ടെസ്റ്റ്, അടുത്ത ഹൈഡ്രോകാർബൺസിനകത്ത് കൺഫോർമേഷൻ, അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈന്റെ പ്രിപ്പറേഷനകത്ത് ഫ്രം ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്, പിന്നെ അതുപോലെ തന്നെ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്, അതാണ് ഞാനിപ്പോൾ പറഞ്ഞ വുഡ്സ് റിയാക്ഷൻ. അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ പഠിക്കാനുണ്ട്. അതിനകത്ത് ഐസോമറൈസേഷനും അറോമാറ്റൈസേഷനും, അത് പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ എന്ന രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഐസോമറൈസേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ അറോമാറ്റൈസേഷൻ എന്ന രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ ഇത്രയും ആൽക്കൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്ത ആൽക്കീന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ബീറ്റാ എലിമിനേഷൻ ഉപയോഗിക്കുന്നത്. ഇനി ആൽക്കീന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് മാർക്കോണിക് ഓഫ് റോളും ആന്റി മാർക്കോണിക് ഓഫ് റോളും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആൽക്കൈന്റെ പ്രിപ്പറേഷൻ ആണ് കാൽസ്യം കാർബൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഡൈക്ലോറോ ആൽക്കൈനിൽ നിന്ന് നമുക്ക് ആൽക്കൈൻസ് പ്രിപ്പയർ ചെയ്യാം. ഇനി ആൽക്കൈന്റെ പ്രോപ്പർട്ടി ആയിട്ട് അഡിഷൻ വിത്ത് വാട്ടർ, അപ്പൊ അവിടെ ഓർമ്മിക്കേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. അഡിഷൻ വിത്ത് വാട്ടർ എന്ന് കാണുന്ന നേരത്ത് HgSO4 എന്നോ Hg2+ എന്നോ കാണും. ഒരു ആൽക്കൈൻ CH ട്രിപ്പിൾ ബോണ്ട് CH കൂടെ ഹൈഡ്രേഷൻ നടത്തിയാൽ കിട്ടുന്നത് അസറ്റാൽഡിഹൈഡ് ആണെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കാം. അത് ഹൈഡ്രേഷൻ ആണ് തിരിച്ചറിയുന്നത്. അതിനകത്ത് Hg2+ എന്നോ HgSO4 എന്നൊക്കെ എഴുതിയിരിക്കും. പിന്നെ അതുപോലെ തന്നെ സൈക്ലിക് പോളിമറൈസേഷൻ നടക്കുന്ന സമയത്ത് ബെൻസീൻ കിട്ടുന്ന കാര്യം ഓർമ്മിക്കാം. അസറ്റിലിൻ ഗ്യാസിനെ റെഡ് ഹോട്ട് ട്യൂബിലൂടെ സൈക്ലിക് പോളിമറൈസ് ചെയ്ത് ബെൻസീനിലേക്ക് വരാം. ഇനി അടുത്ത് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം ബെൻസിന്റെ പ്രിപ്പറേഷനും ബെൻസിന്റെ പ്രോപ്പർട്ടീസുമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോമൻക്ലേച്ചർ പഠിക്കാം. നോമൻക്ലേച്ചർ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് പിന്നെ 2 ഫംഗ്ഷണൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകളൊക്കെ പരീക്ഷയ്ക്ക് പേരിടാൻ ചോദിക്കാം. ഓക്കെ, എക്സാമിനേഷൻ പോയിന്റ് അത് ചോദിക്കില്ലെന്നല്ല, പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ബാങ്കുകളാണ്. അപ്പൊ അത്രയും കൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ ഒരുപാട് മാർക്കുകൾ ഇതിനകത്ത് കിട്ടും. പിന്നെ നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാർക്ക് മാക്സിമം 3 മാർക്ക് അല്ലെങ്കിൽ മാക്സിമം 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതകളേ ഉള്ളൂ. പക്ഷെ ഒരുപാട് സമയം ചിലപ്പോൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്രയും സമയം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നോമൻക്ലേച്ചറിൽ വന്നാൽ അത്രയും സമയം നമുക്ക് ലാഭിച്ചെടുക്കാം. പിന്നെ ബാക്കിയുള്ളത് അത്രയും നമുക്ക് അറിയുകയും ചെയ്യാമായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് അതിനുള്ള കൺസെപ്റ്റ്. ശരിക്കും ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് നോമൻക്ലേച്ചർ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല്
അതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിനുശേഷം നമ്മൾ നോമൻക്ലേച്ചറിലേക്ക് വരിക. പിന്നെ നോമൻക്ലേച്ചറിന്റെ ബേസ് അല്ലാതെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ 2 ഫംഗ്ഷൻ ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകളും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ അതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നല്ലവണ്ണം പഠിക്കുക. നിങ്ങൾക്ക് നല്ലൊരു പരീക്ഷ ആശംസിക്കുന്ന പരീക്ഷ വിജയം, അതായത് എല്ലാവർക്കും A+ തന്നെ അല്ലെങ്കിൽ ഫുൾ മാർക്ക് തന്നെ ഇത്തവണത്തെ പരീക്ഷയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ തന്നെ കിട്ടട്ടെ, എല്ലാവരും നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന രീതിയിലും ആശംസിക്കും.